ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പുളിച്ച നാരങ്ങ ഉപ്പിലിട്ടാലോ? ഞാനൊരു സദ്യ കഴിച്ചപ്പോഴേ പ്രഥമൻ കഴിച്ചിട്ട് കഴിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ചാർ കൊണ്ടു തന്ന്. നല്ല ടേസ്റ്റായ ഒരു അച്ചാറായിരുന്നു. അത് ഈ വലിയ നാരങ്ങ വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ? നന്നായിട്ട് പഴുത്ത നാരങ്ങയാണെങ്കിൽ ഇതിൻ്റെ തൊലി ചെത്തി കളയണ്ട. ഇതിപ്പോൾ ചെറിയ പച്ച ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ആ നല്ലപോലെ പച്ചയുള്ള ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ബാക്കി തൊലി അതുപോലെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് നാരങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അച്ചാറിടാനുള്ള നാരങ്ങയൊക്കെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നാരങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം ഒന്ന് ഇളക്കിയിട്ട് അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. നാരങ്ങയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം. നാരങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പം നാരങ്ങയ്ക്കകത്ത് നല്ലപോലെ ഉപ്പ് പിടിച്ചിരിപ്പുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉലുവായും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഇളക്കി വെച്ചിട്ട് അച്ചാറിടാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയെന്ന് വെച്ചാൽ എള്ളെണ്ണ. എണ്ണയൊക്കെ ചൂടായി വന്നതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇത് എരിവ് കുറവുള്ള മുളകാണേ, അതുകൊണ്ടാണ് തോനെ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ നല്ല മണമുണ്ട്. അപ്പോഴേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടുകയോ ചെയ്യരുത്. മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കുന്നതാണ് ഈ അച്ചാറ്. ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു മൂപ്പ് മതി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നാരങ്ങ എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാരങ്ങയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊരു ഭരണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.